നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ജൂൺ 30 മുതൽ ജൂലൈ 6 വരെയുള്ള ഒരാഴ്ച സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ചില പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും അതിൻ്റെ ഫലം പുറത്തു വന്ന് സർക്കാർ രൂപവത്കരണം നടക്കുകയും ചെയ്ത സമയമായിരുന്നു ഈ ഒരാഴ്ചക്കാലം. നമുക്കാദ്യം ബ്രിട്ടനിലേക്ക് വരാം. ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിലെത്തി. 650 എംപിമാരുള്ള ബ്രിട്ടൻ്റെ അധോസഭയായിട്ടുള്ള ഹൗസ് ഓഫ് കോമൺസിൽ 411 സീറ്റ് നേടിക്കൊണ്ടാണ് ലേബർ പാർട്ടി ചരിത്ര വിജയം കുറിച്ചത്. ഋഷി സുനക് നയിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് വെറും 121 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ലിബറൽ ഡെമോക്രാറ്റ്സ് 72 സീറ്റ് ലഭിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചപ്പോൾ യൂറോസ്കെപ്റ്റിക് അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള നിഷേൽ ഫറേജിൻ്റെ UK റിഫോം പാർട്ടി ഏകദേശം 15% വോട്ട് നേടുകയും 4 സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് ബ്രിട്ടനെ ആകെ ഞെട്ടിക്കുകയുണ്ടായി. ഇത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. 2019 ബോറിസ് ജോൺസൺ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഒരു വമ്പൻ വിജയം നേടിക്കൊടുത്തപ്പോൾ അതിൻ്റെ മറുപുറമെന്നോളം കീർ സ്റ്റാമർ ലേബർ പാർട്ടിക്ക് ഇത്തവണ അതേ നാണയത്തിൽ ഒരു വമ്പൻ വിജയം നൽകുകയുണ്ടായി. കീർ സ്റ്റാമർ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അതിനുശേഷം കീർ സ്റ്റാമർ ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പല നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇത് ലേബർ പാർട്ടിയുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയമാണ്. ലേബർ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ അപ്പോഴും കാര്യമായിട്ടുള്ള വർധനവില്ല. അതുപോലെ തന്നെ നിഷേൽ ഫറേജിൻ്റെ റിഫോം പാർട്ടിക്ക് ലഭിച്ച ഗണ്യമായിട്ടുള്ള പിന്തുണയും യൂറോപ്പിലാകമാനം ഇപ്പോൾ നമ്മൾ കാണുന്ന വലതുപക്ഷവത്കരണത്തിൻ്റെ ഒരു പ്രവണത ബ്രിട്ടനിൽ മലയടിക്കുന്നതിൻ്റെ സൂചനയായിട്ട് കണക്കാക്കാം. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കിത് കാത്തിരുന്ന് കാണാം. അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് അത് കൺസർവേറ്റീവ് പാർട്ടിയുടെ കാലഘട്ടത്ത് നടപ്പാക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും അതിൽ പിന്നീട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടില്ല. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്നാണ് ഇലക്ഷന് മുമ്പ് ലേബർ പാർട്ടി പറഞ്ഞിരുന്നത്. അതിലിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരിഷ്കരണവാദിയായിട്ടുള്ള അല്ലെങ്കിൽ റിഫോമിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന മസൂദ് പെസസ്കിയാൻ ഞെട്ടിപ്പിക്കുന്ന വിജയം കരസ്ഥമാക്കിയുണ്ടായി. അദ്ദേഹം തീവ്ര പാരമ്പര്യവാദിയായിട്ടുള്ള അല്ലെങ്കിൽ അൾട്രാ കൺസർവേറ്റീവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സയ്യിദ് ജലീലി, അദ്ദേഹം ഇറാൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് വലതുപക്ഷവുമായിട്ട് അല്ലെങ്കിൽ തീവ്ര പാരമ്പര്യവാദികളുമായിട്ട് അടുത്ത ബന്ധമുള്ള പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖൊമൈനിയുമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന നേതാവാണ്. അങ്ങനെയുള്ള സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മസൂദ് പെസസ്കിയാൻ ഉജ്ജ്വല വിജയം നേടിയത്. ഇലക്ഷൻ്റെ ഒന്നാമത്തെ റൗണ്ടിൽ 2 ആഴ്ച മുമ്പാണ് നടന്നത്. അവിടെയും നേരിയ ശതമാനത്തിന് പെസസ്കിയാനായിരുന്നു മുന്നിൽ. അന്ന് വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ്. പിന്നീട് ജൂലൈ 5 തീയതി നടന്ന രണ്ടാമത്തെ റൗണ്ടിൽ അതിൽ ഈ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രാഥമിക റൗണ്ടിൽ 4 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആദ്യത്തെ 2 സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥികളാണ് പിന്നീട് 5 തീയതി നടന്ന റൺ ഓഫിൽ രണ്ടാമത്തെ റൗണ്ടിൽ മത്സരിച്ചത്. അതിൽ 54% വോട്ടാണ് മസൂദ് പെസസ്കിയാന് ലഭിച്ചത്. 44% വോട്ട് മാത്രമാണ് സയ്യിദ് ജലീലിക്ക് ലഭിച്ചത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ്റെ റിസൾട്ടായിരുന്നു. നമുക്കറിയാം, ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇബ്രാഹിം റൈസി. അദ്ദേഹം ഏപ്രിൽ മാസത്തിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാനും അസർബൈജാൻ അതിർത്തിയിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങനെയൊരു പെട്ടെന്നൊരു സ്നാപ്പ് ഇലക്ഷൻ നടത്താൻ ഇറാനിൽ നടക്കുകയുണ്ടായത്. ഇറാൻ്റെ മറ്റെല്ലാ പ്രധാനപ്പെട്ട ഭരണ വ്യവസ്ഥകളും, അത് ജുഡീഷ്യറി ആവട്ടെ, പരമോന്നത നേതാവിൻ്റെ സ്ഥാനമാവട്ടെ, ഗാർഡിയൻ കൗൺസിലാവട്ടെ, അങ്ങനെ ക്ലറിക്കൽ കൗൺസിൽ
കൗൺസിലാവട്ടെ, അങ്ങനെ എല്ലാ ലെജിസ്ലേച്ചർ ആവട്ടെ, അവിടെ എല്ലാം പാരമ്പര്യവാദികൾക്കാണ് മേൽക്കൈയുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ നമുക്കറിയാം ഒരു സെമി തിയോക്രാറ്റിക് സിസ്റ്റമാണ്, ഒരു മതമൗലിക വ്യവസ്ഥയുള്ളൊരു ഭരണമുള്ളൊരു സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മേലുള്ള നിയന്ത്രണം, ഹെഡ് സ്കാർഫിൻ്റെ നിർബന്ധിതമായിട്ടുള്ള നടപ്പിലാക്കൽ, മറ്റ് സാമൂഹ്യ നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ്, പശ്ചിമേഷ്യയിലെ വിവിധ സായുധ സംഘടനകൾക്കുള്ള സഹായം, ഇത്തരം കാര്യങ്ങളിലൊക്കെ കടുത്ത നിലപാടുകളുള്ള വലതുപക്ഷമാണ് ഇറാൻ്റെ മറ്റെല്ലാ ഭരണ വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്നത്. അങ്ങോട്ടാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇറാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സമുന്നതമായിട്ടുള്ള സ്ഥാനമാണ് പ്രസിഡന്റ്. ആ സ്ഥാനത്തേക്ക് ഒരു വർഷങ്ങൾക്ക് ശേഷം, ഹസൻ റുഹാനിക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു പരിഷ്കരണവാദി അധികാരത്തിലേക്ക് വരുന്നത്. മസൂദ് പസസ്കിയാണ്. അദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. 1999 മുഹമ്മദ് ഖത്താമി, അദ്ദേഹം ഒരു പരിഷ്കരണവാദിയായിട്ടുള്ള പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് ആരോഗ്യമന്ത്രിയായി എന്ന നിലയിൽ പ്രവർത്തന പരിചയമുള്ള ആളാണ്. അന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് അന്ന് മുതലാണ്. പിന്നീട് പലപ്പോഴും ഇറാൻ്റെ പാർലമെൻറ്റിൽ പലപ്പോഴും അംഗമായിരുന്നെങ്കിലും പ്രധാന സ്ഥാനങ്ങളിലേക്കൊന്നും പിന്നീട് അദ്ദേഹം എത്തിപ്പെടുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ട് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഇപ്പം ആദ്യം 2003 നടന്ന പ്രാഥമിക റൗണ്ടിൽ 39% മാത്രമായിരുന്നു പോളിംഗ് നടന്നത്. എന്നാൽ ജൂലൈ 5 നടന്ന രണ്ടാമത്തെ റൗണ്ടിൽ 50% പോളിംഗ് ഉണ്ട്. അത് ജലീലി വിജയിക്കുമോ എന്നുള്ളൊരു ഭയം ആളുകളെ കൂടുതലായിട്ട് പോളിംഗ് ബൂത്തിൽ എത്തിച്ചതായിട്ടാണ് ഇലക്ഷൻ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ജലീലി ഒരു തീവ്ര പാരമ്പര്യ നിലപാടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു താലിബാനൈസേഷൻ ഇറാനിൽ നടപ്പാക്കുമോ എന്ന് ജനങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കാം ഈ കൂടിയ പോളിംഗ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമായിട്ട് 2022 മഹസ അമീനി എന്ന് പറയുന്ന പെൺകുട്ടി, അവർ ഹെഡ് സ്കാർഫ് കൃത്യമായിട്ട് ധരിച്ചില്ല എന്നുള്ള പേരിലും അവരെ സെക്യൂരിറ്റി ഗാർഡ്സ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അവർ മരണപ്പെടുകയും വേണ്ടി. അതിനെ തുടർന്ന് വമ്പിച്ച പ്രക്ഷോഭങ്ങളാണ് ഇറാനിലുണ്ടായത്. പക്ഷേ ആ പ്രക്ഷോഭങ്ങളെല്ലാം ഇറാൻ ഭരണകൂടം അതിശക്തമായിട്ട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ആ പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും ആ സമൂഹത്തിലുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. ഇറാനിലെ സംവിധാനം നമുക്കറിയാം, അവിടെ പരമോന്നത നേതാവിനാണ് അവസാനമാക്കുന്നത്. ഫോറിൻ പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തിനകത്തെ കാര്യങ്ങളിലാണെങ്കിലും പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖൊമേനിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക. എങ്കിൽ പോലും പ്രസിഡന്റിന് പലപ്പോഴും പല കാര്യങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. അത് നമ്മൾ മുഹമ്മദ് ഖത്താമിയുടെ കാലത്തും റഫ്സൻജാനിയുടെ കാലഘട്ടത്തും പിന്നെ ഹസൻ റുഹാനിയുടെ കാലഘട്ടത്തിൽ 2 ടൈമോളം ഹസൻ റുഹാനി ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ന്യൂക്ലിയർ ഡീലിൻ്റെ കാര്യത്തിലും പിന്നീട് സാമൂഹ്യപരമായിട്ടുള്ള ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള നിയന്ത്രണങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ച് പരിഷ്കാരങ്ങൾ റുഹാനിയുടെ കാലഘട്ടം നമ്മൾ കണ്ടതാണ്. അത്തരമൊരു കാര്യത്തിലേക്ക് പ്രശസ്തിയാൻ നീങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വേളയിൽ ഹെഡ് സ്കാർഫ് ധരിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ തീരുമാനമാണ്. ആ ചോയ്സ് സ്ത്രീകൾക്ക് വിടുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അദ്ദേഹം ശക്തമായിട്ട് ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തുമാത്രം ഇറാൻ്റെ പരമോന്നത നേതാവുമായിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഏജൻസികളുമായിട്ട് മറ്റ് കൺസർവേറ്റീവുകളെ നിയന്ത്രിക്കുന്ന മറ്റ് ഭരണവ്യവസ്ഥകളുമായിട്ടും എത്രമാത്രം അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രസിഡന്റ് എന്ന നിലയിലുള്ള രാഷ്ട്രീയ ഭാവി നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അത് നേരത്തെ നടന്നൊരു ഇലക്ഷനാണ്. 7 മാസങ്ങൾക്ക് മുമ്പാണ് നെതർലൻഡ്സിലെ ഇലക്ഷൻ നടന്നത്. ആ നെതർലൻഡ്സിലെ ഇലക്ഷനിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള ഗീർട്ട് വൈൽഡേഴ്സിൻ്റെ ഫ്രീഡം പാർട്ടി ഒന്നാമതെത്തുകയുണ്ടായി. ആ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഏറ്റവും മുന്തിയ പാർട്ടി, ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച പാർട്ടി ഗീർട്ട് വൈൽഡേഴ്സിൻ്റെ ഫ്രീഡം പാർട്ടിയാണ്. നെതർലൻഡ്സിൽ ഒരു പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ്. അപ്പോൾ എപ്പോഴും കോളീഷൻ ഗവൺമെൻറ്, സഖ്യകക്ഷി സർക്കാരുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് മാസങ്ങളോളം നീണ്ടിട്ടുള്ള സഖ്യകക്ഷി ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് അവിടെ സർക്കാരുകൾ അധികാരത്തിൽ വരിക. അങ്ങനെ 7 മാസങ്ങളോളം നീണ്ട സഖ്യകക്ഷി ചർച്ചകൾക്ക് ശേഷം അവിടെ ഒരു പ്രധാനമന്ത്രി അവർ നിശ്ചയിക്കുകയുണ്ട്. പക്ഷേ ആ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമുള്ള ഡിക് ഷൂഫ് എന്ന് പറയുന്ന അവിടുത്തെ നേരത്തെ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെയൊക്കെ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റാണ്. ഇൻ്റലിജൻസ് വിഭാഗത്തിലും ബ്യൂറോക്രസിയുടെ മറ്റനേകം തലങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെയാണ് ഇവർ പ്രധാനമന്ത്രിയായിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുകയും ഉണ്ടായി.
ഇത് ഗീറ്റ് വൈൽഡേഴ്സിൻ്റെ ഫ്രീഡം പാർട്ടി, അവിടെ കർഷകരുടെ ഒരു പാർട്ടിയുണ്ട്. കർഷക പ്രക്ഷോഭം അവിടെ ശക്തമായിട്ട് നെതർലൻഡ്സിൽ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ട്. കർഷകരുടെ പാർട്ടി, അതുപോലെ തന്നെ കൺസർവേറ്റീവ് ലിബറൽ പാർട്ടി, ഇങ്ങനെ 3 പാർട്ടികളുടെ സഖ്യകക്ഷി ഭരണമാണ് അവിടെ. അപ്പം ഗീറ്റ് വൈൽഡേഴ്സ് പ്രധാനമന്ത്രിയാകുന്നതിനോട് സഖ്യകക്ഷികൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരെല്ലാവരും കൂടി യോജിച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്ത് നിന്നൊരാളെ പ്രധാനമന്ത്രിയാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ഡിക് ഷൂഫ് തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി. അപ്പോൾ ഇത് നമ്മൾ വളരെ ഞെട്ടിപ്പിക്കുന്നൊരു ഫലമാണ് തീർച്ചയായിട്ടും നെതർലൻഡ്സിലെ ഇലക്ഷനിൽ 7 മാസങ്ങൾക്ക് മുമ്പുണ്ടായത്. ഗീറ്റ് വൈൽഡേഴ്സ് എന്ന് പറയുന്നത് അതൊരു തീവ്ര വലതുപക്ഷ വിഭാഗം, അത് പെടുന്ന ഒരാൾ, അത്തരം ആർഗ്യുമെൻറ്റുകളുള്ള, അത്തരം വാദഗതികളുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടിയ ഇത്രയും വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നേട്ടം നെതർലൻഡ്സിനെ ഇനി ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയല്ലെങ്കിൽ പോലും ആ സഖ്യകക്ഷിയിലെ ഏറ്റവും ശക്തനായ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തുമാത്രം ഈ സർക്കാരിനെ നിയന്ത്രിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഡിക് ഷൂഫ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരുടെയും പാവയല്ല, ഞാൻ മറ്റാരുടെയും സ്വാധീനത്തിന് വഴങ്ങിയാവില്ല തീരുമാനം എടുക്കുക, ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുകയുള്ളൂ, അത് ഞാനാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ട്. എങ്കിൽ പോലും പല വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്, എന്തുമാത്രം ഒരു സ്വാധീനം ഗീറ്റ് വൈൽഡേഴ്സിൻ്റെ സ്വാധീനം ഈ സർക്കാരിന് മേൽ ഉണ്ടാകുമെന്നുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കുടിയേറ്റ കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നിയന്ത്രണം ഈ സർക്കാർ ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പലപ്പോഴും യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ സംഘർഷത്തിലേക്ക് നെതർലൻഡ്സിനെ നയിക്കുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുകയുണ്ടായി. ജൂലൈ 2-ാം തീയതി ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലെ ഫുൽവാരി എന്ന ഗ്രാമത്തിൽ ഒരു മതപരമായിട്ടുള്ളൊരു സത്സംഗം, ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. ഫോലെ ഭാഭ എന്ന ആത്മീയാചാര്യൻ സംഘടിപ്പിച്ച ഒരു മതചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് എത്തിയവരിൽ തിക്കിലും തിരക്കിലും പെട്ട് 121ഓളം പേരാണ് മരണമടഞ്ഞത്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. 80,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്ന ഈ ഒരു സമ്മേളനത്തിൽ 2.5 ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത്. ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് സത്സംഗം അവസാനിക്കാറായപ്പോഴത്തേക്കും അത് നിയന്ത്രണാധീനമാവുകയും തിക്കിലും തിരക്കിലും പെട്ട് മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. പക്ഷെ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഫോലെ ഭാഭ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഇപ്പോൾ UP-യിലൊക്കെ വളരെ അറിയപ്പെടുന്ന ആത്മീയ ഗുരുവാണ്. നേരത്തെ UP പോലീസിലൊരു കോൺസ്റ്റബിളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ 1990 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാവുകയും തുടർന്ന് അദ്ദേഹം ജോലി രാജിവെച്ച് ഈ ആത്മീയ പ്രവർത്തനങ്ങളിലേക്കും പ്രഭാഷണങ്ങളിലേക്കും കടക്കുകയുമാണ് ഉണ്ടായത്. ഏതായാലും ഇതൊക്കെ ഇത് വിരൽ ചൂണ്ടുന്നത് ഇത്തരം വലിയ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ശക്തമായിട്ടുള്ള, ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും ഒക്കെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി.